കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദൈവകൃപയാൽ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനം കൂടെ കാണുവാനും ദൈവവചനം ശ്രദ്ധിപ്പാനും ദൈവം തമ്പുരാൻ നമുക്ക് അവസരം നൽകുന്നു, സാവകാശം നൽകുന്നു. പ്രതിസന്ധി വർദ്ധിതമായിരിക്കുന്നുവെങ്കിലും ദേവാലയത്തിൽ വരുവാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മളായിരിക്കുന്ന ഭവനാന്തരീക്ഷത്തിൽ കർത്താവിനോട് ചേർന്ന് ഏറ്റവും ശാന്തമായി ദൈവവചനം പഠിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നമുക്കൊരുങ്ങാം. ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കും. ഇന്ന് പെന്തക്കോസ്തി ദിനമായിട്ട് സഭ അനുസ്മരിക്കുന്ന ദിനമാണ്. അതോടൊപ്പം തന്നെ ദിവ്യ സംഗീത ഞെയർ കൊയറിന്, പ്രത്യേകിച്ച് സംഗീതത്തിന് ഇടവകയിൽ ചെയ്യുവാനുള്ള സേവനം, ശുശ്രൂഷ, അതോടൊപ്പം തന്നെ ആരാധനയിൽ വഹിക്കുവാനുള്ള പങ്ക്, ഇവയൊക്കെ ഓർക്കുന്നതിനും സ്തോത്രം ചെയ്യുന്നതിനും സഭയായി വേർതിരിച്ചിരിക്കുന്ന സമയം. ഇന്ന് ഇത്തരുണത്തിൽ വേദഭാഗമായി, എവൻഗേലിയോൻ ഭാഗമായി നമുക്ക് ധ്യാനിപ്പാൻ നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ പരിചയമുള്ള വേദഭാഗം. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ചാപ്റ്റർ 16 വേഴ്സസ് 1 to 15. സർവവും പുതുക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, ദ ഹോളി സ്പിരിറ്റ് ഹു റിന്യൂസ് എവറിത്തിങ്. സർവവും പുതുക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം 50-ാം ദിനം, ഈ നാളുകളിലൊക്കെ കർത്താവ് ശിഷ്യ സമൂഹത്തിന് പ്രത്യക്ഷപ്പെട്ടതും അവരെ ശക്തിയും ബലവും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുന്നതിനെ കുറിച്ച് തിരുവചനത്തിൽ നിന്ന് നാം ധ്യാനിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച നാം ധ്യാനിച്ചു, മാളികമുറിയിൽ ദൈവം തമ്പുരാന്റെ ശക്തിക്കായും ബലത്തിനായും ധൈര്യത്തിനായും കാത്തിരിക്കുവാൻ ശിഷ്യ സമൂഹം, വിശ്വാസ സമൂഹം ഒരുമിച്ച ആ കൂടിവരും, മാളികമുറിയിലെ അനുഭവം. ആ കാത്തിരിപ്പിലൂടെ സഭയ്ക്ക് ജീവനും ശക്തിയും ലഭിച്ച നാളാണ്. അത് നമുക്ക് തിരുവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് 2-ാം പാഠഭാഗമായി വായിക്കേണ്ടിയിരുന്ന അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം നാം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കുന്നതിന് സാധിക്കും. ശക്തിയോടെ പ്രസംഗിക്കുവാൻ ദൈവം കൃപ കൊടുത്ത കാലമാണ്. ശക്തിയോടെ പ്രസംഗിക്കുവാൻ അത്തരുണത്തിൽ 3000 ആളുകളെ ഒരു പ്രസംഗത്തിന് തന്നെ തിരുസഭയോട് ചേർക്കുവാൻ ദൈവം ശക്തീകരിച്ച കാലം. വിശ്വാസികൾ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുവാൻ തങ്ങളെ തന്നെ ഫലമേൽപ്പിക്കുന്ന നാളുകൾ. നിലങ്ങളും പുരയിടവും ഒക്കെ തങ്ങളുടെ സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. അത് സ്ലീഹന്മാരുടെ കാൽച്ചുവട്ടിൽ വെച്ച് സകലവും പൊതുവകയെന്ന എണ്ണവും കർത്താവിന്റെ മുൻപാകെ തീരുമാനമെടുത്ത നാളുകൾ. കൂടാതെ ഈ വഴികളിലൂടെ അനുഗമിക്കുന്നവർക്ക് തങ്ങൾ പോകേണ്ട ജീവിതത്തിന്റെ മാർഗം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാലം. നമുക്കറിയാം, ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടെയാണ് ശിഷ്യ സമൂഹത്തോടെ കർത്താവ് തന്റെ ആത്മാവിൽ ഈ വചനം പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. കർത്താവിന്റെ ഐഹിക കാലത്ത് അന്ത്യപ്രഭാഷണങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം. തന്റെ ശാരീരിക വേർപാട് ശിഷ്യന്മാരിൽ ഉളവാക്കുവാൻ സാധ്യതയുള്ള ശൂന്യതാബോധം അവരെ തകർത്ത് കളയുവാൻ സാധ്യതയേറെയാണ്. തന്റെ അഭാവത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, നിങ്ങൾ അനാഥരായി തീരുകയില്ല, ഞാൻ നിങ്ങളെ ഒരിക്കലും ഒരു കാലത്തും അനാഥരായി വിടുകയില്ല. ഈ സത്യത്തെയും ഈ വാഗ്ദത്വത്തെയും യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ കർത്താവ് ആത്മാവിൽ, ദൈവത്തിന്റെ ആത്മാവിൽ അവരെ ശക്തീകരിക്കുകയാണ്. ഈ സത്യം അവരെ ബോധ്യപ്പെടുത്തുവാൻ കർത്താവ് നൽകുന്ന ഒരു പ്രഭാഷണം കൂടെയാണ് 16-ാമത്തെ അധ്യായം. ഒരർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് ധൈര്യത്തോടും ബലത്തോടും ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ശക്തീകരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. നമ്മൾ ഈ നാളുകളിലൊക്കെ വളരെയധികം ഭയത്തിലും സങ്കടങ്ങളിലും വേദനകളിലും ഭാരങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവകൃപയിൽ ശരണപ്പെടുകയും കർത്താവിൽ ആശ്രയിക്കുകയും പ്രാർത്ഥനാപൂർവ്വം നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിനോട് ചേർന്ന് വചനം വായിക്കുകയും ഉപവാസത്തോടും പ്രാർത്ഥനയോടും നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്ന, നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന വഴികൾ, ഉപദേശങ്ങൾ, ഇവയിലൂടെയൊക്കെ നമ്മൾ ചരിക്കുന്നതായ സന്ദർഭങ്ങളാണ്.
പരിശുദ്ധാത്മാവിനെ സാധാരണ ആളുകൾ പറയാറുണ്ട് തൃത്വത്തിൽ മൂന്നാമൻ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ തൃത്വത്തിൽ മൂന്നാമനായിട്ടോ അല്ലെങ്കിൽ ഒരു ശക്തി എന്ന വിധത്തിലോ അല്ല നമ്മൾ കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഒരർത്ഥത്തിൽ തൃത്വത്തിൽ മൂന്നാമൻ എന്നതിനേക്കാൾ ഉപരി തൃത്വത്തിൽ ഒരുവനായിട്ട് ഈ ആത്മാവിനെ നമ്മൾ കാണേണ്ടതുണ്ട്. തൃത്വത്തിൽ ഒരുവനായിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തിരുവചനം നമ്മളെ ആ വിധത്തിൽ ഒന്നായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുവെങ്കിലും മൂന്നാമത്തെ സ്ഥാനമാണ് പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്നുവെങ്കിലും അങ്ങനെ തൃത്വത്തിൽ ഒരുവനായിട്ടാണ് നമ്മൾ കാണേണ്ടത്. മറ്റ് ചില സന്ദർഭങ്ങളിലെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു ശക്തി എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാറുണ്ട്. എന്റെ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിൽ. എന്നാൽ ഇന്നത്തെ വേദഭാഗം ഒക്കെ നമ്മൾ ചിന്തിച്ചാൽ, അതിനോടനുബന്ധമായി നിൽക്കുന്ന വേദഭാഗം ഒക്കെ നമ്മൾ ചിന്തിച്ചാൽ, പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ നമ്മളെ ശക്തീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമെങ്കിലും കർത്താവിന്റെ ഉപദേശവും തിരുവെഴുത്തുകളുടെ വെളിപ്പെടുത്തലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു ശക്തി എന്നതിനേക്കാൾ ഉപരി ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. ഈസ് എ പേഴ്സൺ. വായനഭാഗം നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് എന്നല്ല, മറിച്ച് അവൻ എന്നാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ടാണ് വേദഭാഗം വായിക്കാതെ ഈ വിധത്തിൽ നമുക്ക് ആ സൂചനകൾ നൽകുവാനായിട്ട് ശ്രമിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ അത് എന്നുള്ളതല്ല, അവൻ വന്നിട്ട് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്നുള്ളതാണ്. അതായത് തൃത്വത്തിൽ ഒരുവനായിട്ട് ആ തരുണത്തിൽ നമ്മൾ ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ കാണേണ്ടതുണ്ട്. ഈ സെപ്പേഴ്സ് അവനൊരു വ്യക്തിയാണ്, ശക്തീകരിക്കുന്നതാണ്, ബലപ്പെടുത്തുന്നതാണ്, ധൈര്യം നൽകുന്നതാണ് ഒക്കെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു ശക്തി ആയിരുന്നുവെങ്കിൽ, ശക്തിയല്ല എന്നുള്ളതല്ല, ശക്തീകരിക്കുന്ന ആത്മാവാണ്. എന്നാൽ ഒരു ശക്തിയായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ വൈദ്യുതി ഉപയോഗിക്കും പോലെയൊക്കെ നമ്മുടെ താല്പര്യത്തിന് അനുസരിച്ച് അതിനെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഹിതാനുസരണം ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒന്നായിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ ഹിതാനുസരണം, ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവനും ചൈതന്യവും നൽകുന്ന ആത്മാവിന്റെ ദൈവസാന്നിധ്യത്തിന്റെ അടയാളമാകുന്ന ആ ദൈവമായി തന്നെ നമ്മളോടൊപ്പം നിലകൊള്ളുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ നിറവായിരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആത്മാവിനെ ഉപയോഗിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മെ തന്നെ വിനയപ്പെടുത്തുവാനും വിധേയപ്പെടുത്തുവാനും കഴിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കാത്തിരിക്കുക എന്നൊക്കെ കർത്താവ് ഉപദേശിക്കുവാനായിട്ട് കാരണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചാൽ, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അതെവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല എന്നാണ് പറയുന്നത്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു, അതെവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്യത്തിൽ നിന്ന്, ആ വാക്കുകളിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വ്യവസ്ഥകൾക്ക് അതീതമായിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. വ്യവസ്ഥകൾക്ക് അതീതമാണ്. നമ്മളുടെ ഇഷ്ടത്തിന്, നമ്മുടെ താല്പര്യത്തിന് ഉപയോഗിക്കാവുന്ന വിധത്തിലല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം നമ്മളുടെ മേൽ ഇടപെടുന്നു. വചനത്തിലൂടെയാണെങ്കിലും പ്രാർത്ഥനയിലൂടെയാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ വിനയപ്പെടുന്നതിലൂടെയാണെങ്കിലും ആത്മാവിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം 44 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, സ്നാനമേൽക്കാത്ത പുറംജാതിക്കാരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ആവാസം വരുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്നാനമേറ്റില്ലെങ്കിൽ പോലും പരിശുദ്ധാത്മാവിന്റെ ആവാസം അവരുടെ മേൽ വന്ന് ആവസിക്കുന്നതിനെ കുറിച്ച്. അതുകൊണ്ട് ഒരു പ്രകടനം കൊണ്ട് അല്ലെങ്കിൽ പ്രകടനങ്ങൾ കൊണ്ട് ആവഹിക്കാവുന്ന ഒന്നല്ല ആത്മാവ്. അങ്ങനെ ലഭിക്കുന്നതല്ല. ദൈവഹിതത്തിന് വിധേയപ്പെടുമ്പോൾ, നമ്മെ തന്നെ കീഴ്പ്പെടുത്തുമ്പോൾ, നമ്മെ തന്നെ തുറന്നു വയ്ക്കുമ്പോൾ, നമ്മെ തന്നെ ഭരമേൽപ്പിക്കുമ്പോൾ, അതിലൂടെ ആത്മാവിന്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ അടിയറ വയ്ക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന കൃപയാണ്, ശക്തിയാണ്. ക്രിസ്തീയ സഭ എപ്പോഴും നമുക്കറിയാം പീഡനങ്ങൾക്കിരയാണ്. അത് ആദിമസഭയിലാണെങ്കിലും ഇന്നാണെങ്കിലും ഓരോ മേഖലകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാജ്യം വിട്ടാണെങ്കിൽ പോലും എത്രയോ ആളുകളാണ് ഈ ക്രൈസ്തവ സാക്ഷ്യത്തിന് തങ്ങളെ തന്നെ പരമേൽപ്പിക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ വളരെയധികം പീഡനങ്ങൾക്ക് ഇരയായിത്തീരുന്നത്. അതുകൊണ്ട് ആ ഒരു പീഡനത്തിനും വേദനകൾക്കും ഒരു മുന്നറിയിപ്പ് എന്ന വിധത്തിലാണ് ഇന്നത്തെ വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. വാക്യം
2 നാം ശ്രദ്ധിച്ചാൽ, പ്രത്യേകിച്ച് ഞാൻ വായിക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 1-2 നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിന്ന് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാണ്. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പീഡനങ്ങൾക്ക് സഭയെന്നും ഇതയാണ്. അനേക ആളുകൾ ജീവൻ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ് സഭ ഇന്ന് പടർന്ന് പന്തലിച്ച് ലോകമെമ്പാടും വളർന്നിരിക്കുന്നത്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവം നൽകുന്ന ഭദ്രത ഒക്കെ ദൈവത്തിന്റെ ദാനമാണെങ്കിലും അതിനപ്പുറവുമായി ദൈവം തമ്പുരാന്റെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുവാനും തങ്ങളുടെ ജീവനെ ഫലമേൽപ്പിക്കുവാനും അനേകർ ശ്രമിച്ചപ്പോൾ അതൊക്കെ ധാരാളം വേദനകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഇപ്പോഴുള്ള വിധം ക്രിസ്തു സാന്നിധ്യം, അതായത് ഐഹിക കാലത്ത് കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും ശിഷ്യ സമൂഹത്തോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇല്ല എന്നൊക്കെ പറയുന്ന വാക്കുകൾ ആ വിധത്തിലാണ്. കുറഞ്ഞത് വേഗത്തിൽ നിങ്ങൾ എന്നെ കാണും, പിന്നെ കാണുകയില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് ധ്യാനിച്ചു. എന്നാൽ ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയിട്ട് കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്നിട്ട് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അതുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ജീവന്റെ സാന്നിധ്യമാണ് ആത്മാവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. അത് നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ്. ഈ പീഡനങ്ങളെ വേദനകളെയൊക്കെ അതിജീവിക്കുവാൻ ശക്തീകരിക്കുന്നതാണ്. അത് നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം എങ്ങനെയാണോ അതുപോലെയാണ്. നമുക്കറിയാം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ കണ്ടത് എങ്ങനെയാണ്? കർത്താവിലൂടെയാണ് കണ്ടത്. കർത്താവിന്റെ മരണശേഷം നമുക്ക് എങ്ങനെയാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്? ഈ ആത്മാവിലൂടെയാണ്. അതുകൊണ്ട് ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മളെ ബോധിപ്പിക്കുന്നു. അത് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 1, പാപത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് വരുത്തുന്നു. 2, നീതിയെക്കുറിച്ചുള്ള ബോധം നമുക്ക് വരുത്തുന്നു. 3, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം നമുക്ക് വരുത്തുന്നു. ഒരാൾ പാപിയാണെന്ന് അയാളെ ബോധ്യപ്പെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ക്രിസ്തുവാണ് പാപപരിഹാരമെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കുന്നത് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമല്ലേ? അതാണ് കുറച്ചുകൂടെ നമുക്ക് ഫലപ്രദമായി തോന്നുന്നത്. അത് മാത്രമല്ല, ആത്മാവ് അതിന് നിന്നെ പാപത്തിൽ നിന്നും എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ട് നിന്റെ ജീവിതത്തിൽ ഇടപെട്ട് ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് സാധിക്കും. അതിൽ നിന്നൊരു രക്ഷ, അല്ലെങ്കിൽ ആവിധ പ്രതിസന്ധികളിൽ നിന്ന് ഒരു വ്യക്തമായ ജീവിതത്തിന്റെ ശൈലി നമുക്ക് ഉദ്ബോധിപ്പിക്കുന്നത്, നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഈ ക്രിസ്തു സാന്നിധ്യമാകുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. ജയിൽ സന്ദർശിക്കുവാനായിട്ട് ഒരിക്കൽ പോയപ്പോൾ പേരും ജയിലും തൽക്കാലം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരുവനെ കൊല ചെയ്ത കാരണത്താൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം എന്നോടും സ്നേഹിതരോടും പറഞ്ഞത് ഈ സമയത്ത് ഓർക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളോട് അല്പമെങ്കിലും ഈ സുവിശേഷം പറയുമ്പോൾ കുറച്ചുകൂടെ സ്നേഹവും അടുപ്പവും ബന്ധവും താല്പര്യവും ഞങ്ങളുടെ വേദനകൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്. എൻ്റെ വീട് ഇവിടെ നിന്ന് ഇത്ര നാഴിക ദൂരെയാണ്, ഇത്ര ദൂരത്താണ്. എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും അവിടെയുണ്ട്. അവരിപ്പോൾ വളരെയധികം സങ്കടത്തിലും ഭാരത്തിലും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒരുവനെ കൊല്ലുവാൻ ഇടയായ കാരണത്താലാണ് ഇപ്പോൾ ഇവിടെ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ ആ മനുഷ്യന്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് ആ ജയിലിലെ പാട്ടും ഉപവാസ പ്രാർത്ഥന, അതായത് ചില മണിക്കൂറുകൾ അവർക്ക് വേണ്ടി ദൈവവചനം പ്രസംഗിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ചെലവഴിച്ച ശേഷം ആ മനുഷ്യന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ യൗവനക്കാരിയായിരിക്കുന്ന ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, അവരുടെ വേദനാജനകമായ അനുഭവം. ചുരുക്കത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്, വചനമാണ് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളെ ഒരു പാപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെക്കുറിച്ചോ രക്ഷപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചോ ഒക്കെ ആ മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാനിടയായത്. പിൽക്കാലത്ത് ആ മനുഷ്യനെ കുറിച്ച് കേൾക്കാനായിട്ട് ഇടയായത് ജയിലിൽ നിന്നൊക്കെ പുറത്തു വന്ന സമയം ഒരു ശാന്തതയുള്ള മനുഷ്യനാണ്, ഒരു ദൈവസ്വഭാവമുള്ള മനുഷ്യനാണ്, കർത്താവിനെ കുടുംബമായി അറിയുന്ന ഒരു വ്യക്തിയായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വചനം പങ്കുവയ്ക്കുമ്പോൾ പാപവും ന്യായവിധി നീതിബോധവും ഒക്കെ ഉളവാകുന്നു എന്നുള്ളതാണ്. കർത്താവിന്റെ കൃപ അതാണ് നമുക്ക് ഏറ്റവും ഈ വലിയ അനുഭവങ്ങൾക്ക് നമ്മളെ ശക്തീകരിക്കും. അതുകൊണ്ട് സത്യത്തിന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് അയക്കും എന്നതാണ്. സത്യത്തിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ കർത്താവ് സത്യത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ അരികിലേക്ക്, നമ്മുടെ അരികിലേക്ക് അയക്കും
അസത്യത്തിന്റെ ആത്മാവ് ഉണ്ട് എന്നുള്ള ഒരു ധ്വനി അതുണ്ട്. സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അസത്യത്തിന്റെ ആത്മാവ് ഉണ്ട് എന്നുള്ള ഒരു ധ്വനി. എന്താണ് സത്യത്തിന്റെ ആത്മാവ്, എന്താണ് അസത്യത്തിന്റെ ആത്മാവ്? ഈ സത്യത്തിന്റെ ആത്മാവിനെയും അസത്യത്തിന്റെ ആത്മാവിനെയും നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും. ബഹുമാന്യമായ ജീവിതത്തിന് പ്രേരണ നൽകുന്നത് സത്യത്തിന്റെ ആത്മാവാണ്. എന്താ? ബഹുമാന്യമായ ജീവിതത്തിന് പ്രേരണ നൽകുന്നത് സത്യത്തിന്റെ ആത്മാവാണ്. മോശ ഫറവോന്റെ കൊട്ടാരത്തിലെ സുഖത്തിൽ നിന്നും ദൈവജനത്തിന്റെ വിമോചനത്തിനായി ഇറങ്ങിത്തിരിച്ച യാത്ര സത്യത്തിന്റെ ആത്മാവിലുള്ള യാത്രയാണ്. എന്നാൽ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ ബിലെയാമിനെ പ്രേരിപ്പിച്ചത് അസത്യത്തിന്റെ ആത്മാവാണ്. ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ പുരോഹിതനും ദൈവജനത്തിനുമുള്ള വിളി സത്യത്തിന്റെ ആത്മാവിന്റെ പ്രേരണയുടെ ഫലമാണ്. എന്നാൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അത് അസത്യത്തിന്റെ ആത്മാവാണ്. കഷ്ടപ്പെടുന്നവരെ ശുശ്രൂഷിക്കുവാൻ ഒരു ഡോക്ടർക്കുണ്ടാകുന്ന വിളി സത്യത്തിൻ്റെതാണ്. പണസമ്പാദനമാണ് ലക്ഷ്യമെങ്കിൽ അത് ഡോക്ടറിന്റെ മാത്രമല്ല, ഏത് തുറയിൽപ്പെട്ടവരുടേതാണെങ്കിലും പണസമ്പാദനമാണ് ലക്ഷ്യമെങ്കിൽ അത് അസത്യത്തിന്റെ ആത്മാവാണ്. ചുരുക്കത്തിൽ ഉത്തമമായ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വേണ്ടി ജീവിക്കുവാൻ പ്രേരണ നൽകുന്നത് സത്യത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് സത്യം എന്താണ്? സത്യത്തിന്റെ ആത്മാവ് എന്താണ്? അസത്യം എന്താണ്? അസത്യത്തിന്റെ ആത്മാവ് ഏതാണ്? കർത്താവ് പറഞ്ഞിരിക്കുന്നു, നീതിബോധത്തിൽ നിങ്ങൾ ജീവിക്കുന്നവരായിരിക്കും, സത്യവഴികളുടെ മാർഗങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നവരായിരിക്കും. ഇഹലോകത്തിലെ ജീവിതത്തിന് ശേഷം ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കും. കർത്താവ് വാത്സല്യമുള്ളവരെ, സഭയായി ഇന്ന് ഈ വിധത്തിൽ നമുക്കൊരു ദിനം വേർതിരിച്ചിരിക്കുമ്പോൾ ദൈവാത്മാവിന് കീഴ്പ്പെട്ട് ദൈവാത്മാവിന്റെ ഹിതത്തിന് നമ്മെ തന്നെ തുറന്നു വെച്ച് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹീതരായി തീരുവാൻ ദൈവം തന്റെ കരങ്ങളിൽ ആത്മാവിൽ നമ്മെ ഉപയോഗിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുള്ള നിർത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവെ, അവിടുത്തെ കൃപയാൽ ഞങ്ങൾക്കൊരു പുതിയ ദിനം കൂടെ കാണുവാൻ, പുതിയൊരാഴ്ചയിലേക്ക് പ്രവേശിപ്പാൻ അവിടുത്തെ ഞങ്ങളെ സഹായിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനം ദിവ്യ സംഗീത ഞങ്ങളായി കർത്താവെ സഭ വേർതിരിച്ചിരിക്കുന്ന ദിനം കർത്താവിന്റെ ആത്മാവിൽ ഏറ്റവും അനുഗ്രഹീതരായി ഞങ്ങൾക്ക് ജീവിപ്പാൻ തുണ ചെയ്യണം. അവിടുത്തെ കൃപയുടെ തന്നിൽ ശരണപ്പെടുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണം. ഇടവകയാൽ ഞങ്ങളെ ആശീർവദിക്കണം. യേശുനാഥൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ കൃപ പ്രിയരെ നമ്മോടുകൂടെ തുടർന്ന് എപ്പോഴും ഇരിക്കുമാറാകട്ടെ.